അപ്പൊ സോഷ്യൽ സൈക്കോളജിയിൽ പറയുന്നത് നമ്മൾ തോട്ട്സ് ഫീലിങ്സ് ആക്ഷൻ ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? അതായത് ഞാനിപ്പോ ഇങ്ങനെ പെർട്ടിക്കുലർ രീതിയിൽ ബിഹേവ് ചെയ്യാൻ കാരണം നമ്മൾ സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസും കൾച്ചറും ഒക്കെ ആയിരിക്കും. അതാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഗോൾസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇത് വെറുതെ ഒരു തള്ളു പോലെയാണ്. ഗോൾസ് ഒക്കെ നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി, ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അതായത് ബാക്കിയുള്ളവർ ആക്ഷൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാക്കുക, സോഷ്യൽ ബിഹേവിയറിന്റെ കാരണങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ബിഹേവ് ചെയ്ത്, അതിനുള്ള റീസൺസ് ഒക്കെ കണ്ടുപിടിക്കുക. ആ റീസൺസ് ഒക്കെ ചിലപ്പോൾ ഒരു തിയറീസ് ഒക്കെ ആയിരിക്കും. പിന്നെ കോഗ്നിറ്റീവ് പ്രോസസ്സ് മനസ്സിലാക്കുക, അവരുടെ എൻവയറമെന്റൽ ഫാക്ടർ, കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, ബയോളജിക്കൽ ഓർ എവല്യൂഷണറി ഫാക്ടേഴ്സ്, ഇതൊക്കെയാണ് സോഷ്യൽ സൈക്കോളജിന്റെ ഗോൾസിലുള്ളത്. പിന്നെ അടുത്തത് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ഫാദർ ഓഫ് സോഷ്യൽ സൈക്കോളജി ആരാണെന്നുള്ളത് കേർട്ട് ലെവിൻ ആണ്. ഫാദർ ഓഫ് സോഷ്യൽ സൈക്കോളജി ആരാണ്? കേർട്ട് ലെവിൻ. ഇനി നമുക്ക് ഓരോരോ ടോപ്പിക്സ് ആണ്. സോഷ്യൽ കോഗ്നിഷൻ, സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ആൾട്രൂയിസം ഉണ്ട്, സ്റ്റീരിയോടൈപ്പ്, പ്രെജുഡീസ്, ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ കുറേ ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് സോഷ്യൽ കോഗ്നിഷനിൽ തുടങ്ങാം. സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സോഷ്യൽ വേൾഡിലുള്ള ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ്. ഇതില് മെയിനായിട്ട് സ്കീമ ഹ്യൂറിസ്റ്റിക്സ് ഒക്കെ ആണ് പഠിക്കാനുള്ളത്. സ്കീമ എന്ന് പറഞ്ഞാൽ എന്താ? സ്കീമ നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പിയാഷി ഒക്കെ പറയുന്നുണ്ടല്ലോ സ്കീമനെ പറ്റി. സ്കീമ എന്ന് പറഞ്ഞാല് ഒരു കോഗ്നിറ്റീവ് സ്കീമ എന്ന് പറയും. അതായത് നമ്മൾ ഈ വേൾഡിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, വേൾഡിലുള്ള കാര്യങ്ങളൊക്കെ ഇൻഫർമേഷനൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് ഇങ്ങനെ മനസ്സിലാക്കുന്നില്ലേ, ആ ഒരു പാക്കറ്റ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയില്ലേ. പല കാര്യങ്ങളെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. അതായത് നമ്മളെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അപ്പൊ നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യും. ഫ്രൂട്ട്സ് ഒക്കെ ഇതിൽ അല്ല, ആപ്പിളും ഓറഞ്ചും ഒക്കെ ഫ്രൂട്ട്സിലാണ് വരിക. വേറെ കുറച്ച് സാധനങ്ങൾ വെജിറ്റബിൾസിൽ വരും. അങ്ങനെയുള്ള നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെക്കുന്നില്ലേ പല കോൺസെപ്റ്റ്സിനെയും, അതൊക്കെ സ്കീമയിൽ വരും. മൊത്തത്തിൽ നമ്മൾ ഈ ഒരു സ്കീമ അറിയുമ്പോൾ വേൾഡിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ സ്കീമിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഒബ്ജക്റ്റ് സ്കീമ. അതായത് ഓരോ ഒബ്ജക്റ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ കാർ ഇങ്ങനെയാണ്, ബസ് ഇങ്ങനെയാണ്, ജീപ്പ് ഇങ്ങനെയാന്നൊക്കെ നമ്മൾ ഡിഫറൻസ് ആയിട്ട് മനസ്സിലാക്കൂലേ, അതാണ് ഒബ്ജക്റ്റ് സ്കീമ. ഇനി റോൾ സ്കീമ എന്ന് പറഞ്ഞാൽ ജെൻഡർ റോൾസിനെ പറ്റി മനസ്സിലാക്കുക. അതായത് അതൊക്കെയാണ് റോൾ സ്കീമിൽ വരുന്നത്. ജെൻഡർ റോൾസ് മാത്രമല്ല, നമ്മളൊരു റോള്, അതിനെ പറ്റി ഓരോരുത്തരും റോളിനെ പറ്റി നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാം. ഇവന്റ് സ്കീമ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇവന്റിന്, ഒരു പ്രോഗ്രാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സെൽഫ് സ്കീമ എന്ന് പറഞ്ഞാൽ നമ്മളെ ആപ്റ്റിറ്റ്യൂഡിനെ പറ്റി, നമ്മളെ ഇൻട്രസ്റ്റിനെ പറ്റിയൊക്കെ ഉള്ള ഒരു സ്കീം ഉണ്ടാക്കുക. ഇൻട്രസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് മാത്രമല്ല, നമ്മളെ പറ്റിയുള്ള എന്ത് കാര്യവും. സോറി. അടുത്ത പേഴ്സൺ സ്കീമ എന്ന് പറഞ്ഞാൽ ലേണിംഗ് അബൌട്ട് അതർ പീപ്പിൾസ് പേഴ്സണാലിറ്റി, റോൾസ്, പ്രിഫറൻസ്. അതായത് ഇപ്പൊ നമ്മളെ ഫ്രണ്ട് എങ്ങനെയാണ്, അവരുടെ ബിഹേവിയർ എങ്ങനെ, എക്സ്ട്രോവേർട്ടഡ് ആണോ, എല്ലാവരോട് സംസാരിക്കുന്നുണ്ടോ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ, അവരുടെ പ്രിഫറൻസ് എന്തൊക്കെയാ, ഏത് ടൈപ്പ് ഡ്രസ്സാണ്, അങ്ങനെ നമ്മൾ വേറൊരാളെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കൂലേ, അതാണ് പേഴ്സൺ സ്കീമ എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റ് സ്കീമ, റോൾ സ്കീമ, ഇവന്റ് സ്കീമ, സെൽഫ് സ്കീമ ആൻഡ് പേഴ്സൺ സ്കീമ, ഇതൊക്കെ ജസ്റ്റ് കോഗ്നിറ്റീവ് സ്കീമിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് ഹ്യൂറിസ്റ്റിക്സ് ആണ്. ഹ്യൂറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ അതെന്താ, റൂൾ ഓഫ് തമ്പ് എന്നൊക്കെ പറയും. സിമ്പിൾ റൂൾസ് ആണ്. അതായത് ഭയങ്കര കോംപ്ലക്സ് ഡിസിഷൻസ് ഒക്കെ എടുക്കാനുള്ള സിമ്പിൾ റൂൾസ്. ഇതിലെ വരെയൊക്കെ വളഞ്ഞ്. ഇനി ടൈപ്സ് ഓഫ് ഹ്യൂറിസ്റ്റിക്സ് ഉണ്ട്. നമുക്ക് ഓരോന്ന് എക്സാമ്പിൾ വെച്ച് പറയാം. ഫസ്റ്റ് നമുക്ക് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് പറയാം. ഇതായിരിക്കും നിങ്ങൾ ഏറ്റവും കേട്ടിട്ടുണ്ടാകും. ഇതിനൊരു എക്സാമ്പിൾ സ്ഥിരമായിട്ട് ടെക്സ്റ്റിലൊക്കെ പറയുന്ന എക്സാമ്പിളാണ്. നമുക്ക് ഇപ്പം കാറിൽ കയറുന്നതിനേക്കാളും പ്ലെയിനിൽ കയറാനായിരിക്കും പേടി. കാരണം നമുക്ക് പ്ലെയിൻ ക്രാഷ് ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ഫിയർ ഉണ്ടാവില്ലേ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ശരിക്കും കാർ ആക്സിഡന്റിന്റെ അത്ര ഒന്നും പ്ലെയിൻ ക്രാഷ് ഉണ്ടാവലില്ല. റെയർ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം. എന്നാലും നമ്മൾ ആ ഒരു അവൈലബിൾ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്.
ഇനി റെപ്രസെൻറ്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുമ്പം എന്താ വേറൊരാളുമായിട്ട് റിസംബിൾ ചെയ്തിട്ട് ഒരേപോലെയുള്ള ഇവന്റ്സ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമ്മളെ ഗ്രാൻഡ് മദർ ഭയങ്കര കൈൻഡ് ആണ്, അടിപൊളിയാണ്, എംപത്തറ്റിക് ആണെന്ന് വിചാരിക്കാം. ഏകദേശം അതേ ഒരു ലുക്കുള്ള അതേപോലെ സംസാരമൊക്കെ ഉള്ള ഒരാളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാം ഓട്ടോമാറ്റിക്കലി ഇവരും ഭയങ്കര കൈൻഡ് ആയിരിക്കൂലേ, ഇവർ അടിപൊളി ആയിരിക്കൂലേ, അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് റെപ്രസെൻറ്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സ് ആണ്. അപ്പൊ അവൈലബിലിറ്റിയും റെപ്രസെൻറ്റേറ്റീവും പറഞ്ഞിട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻസ് വരുമ്പം നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ സുഖമായിട്ട് പറ്റും. ഇത് ആങ്കറിങ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഒരു സ്റ്റാർട്ടിങ് പോയിന്റുമേ തുടങ്ങിയിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യാന്ന് പറയും. ഇപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുമ്പോൾ നമ്മളെ നാട്ടിൽ അങ്ങനെ ബാർഗെയിനിങ് ചെയ്യാൻ പറ്റില്ല, പുറത്ത് ഡൽഹിയിലൊക്കെ അങ്ങനെ ഉണ്ട്. അതായത് ചിലപ്പോൾ ഒരു ബാഗിന് അവർ 500 ഒക്കെ പറയും. അത് അവർ പറയുന്ന ഒരു ബേസിക്സ് ആണ്, ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്തോ പോലെ ഒരു 500 പറയും ബാഗിന്. അപ്പൊ നമ്മൾ അതിലെന്തായാലും തരൂല അറിയാം. എന്നിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യും, ഒരു 400-ന് തരുമോന്ന് ചോദിച്ചു. അല്ലാതെ 500-ന്റെ സാധനം 50-ന് തരുമോ നമുക്ക് എന്തായാലും ചോദിക്കാൻ പറ്റില്ല. അതൊരു ഭയങ്കര മണ്ടത്തരം പോലെ ആവല്ലോ. അതാണ് ആങ്കറിങ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റിൽ പറയും. അതേപോലെ ഇപ്പോൾ ഒരു 50-ന്റെ സാധനമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു 30-ന് തരുമോന്നൊക്കെ ചോദിക്കും, അല്ലാണ്ട് അത് 1 രൂപക്ക് തരുമോന്ന് ചോദിക്കാൻ പറ്റൂല. അതാണ് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഇങ്ങനെ ചോദിക്കും, ഒരു ഇനീഷ്യൽ ഐഡിയ വെച്ചിട്ട്. അതാണ് ആങ്കറിങ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഹ്യൂറിസ്റ്റിക്സ് ക്ലിയർ ആയല്ല. ഹ്യൂറിസ്റ്റിക്സ് പറഞ്ഞ് നമ്മൾ സ്കീമയും പറഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക, ഇതൊന്ന് ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. ആട്രിബ്യൂഷൻ്റെ ഏരിയ, ആട്രിബ്യൂഷൻ ബയാസ് ഒക്കെ കേട്ടോ. അപ്പൊ ഇതിൽ പറയുന്നത് ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, കോസ് ഓഫ് ടു ഡു സംതിങ് ഒക്കെ. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന്റെ കോസ്, ഇപ്പൊ നമ്മളൊരു കല്യാണ വീട്ടിൽ പോയി ഭയങ്കര ജോളി അടിക്കുന്ന എൻജോയ് ചെയ്യുന്ന അതിന്റെ ഒരു കോസ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഫ്യൂണറലിന് പോയാൽ നമ്മൾ കരയും, അതൊക്കെ എന്താണ് ആട്രിബ്യൂഷൻ വരും. വാട്ട് ഈസ് ദ കോസ് ഓഫ് ദ ബിഹേവിയർ, അതാണ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ഇന്റേണൽ ഫാക്ടേഴ്സ്. ഇന്റേണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയർ നമ്മൾ ചെയ്യാനുള്ള കാരണം നമ്മൾ ആ ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് ആയതുകൊണ്ടായിരിക്കും. ഞാൻ ഇപ്പം എല്ലാവരോടും ഭയങ്കരമായിട്ട് സംസാരിക്കാൻ കാരണം അത് എൻ്റെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെയാണ്, ഭയങ്കര സംസാരിക്കും, ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, എൻ്റെ ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. അതിന് നമുക്ക് ഡിസ്പോസിഷണൽ ആട്രിബ്യൂഷൻ എന്ന് പറയാം. ഇത് മുമ്പ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. സോഷ്യൽ സൈക്കോളജിന്ന് ആട്രിബ്യൂഷൻ്റെ ഏരിയയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. പിന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് സംതിങ് ഔട്ട്സൈഡ് ദ പേഴ്സൺ. അതായത് ഞാനൊരു ബിഹേവിയർ ചെയ്യാൻ കാരണം എൻ്റെ സിറ്റുവേഷൻ. നമ്മളിപ്പോൾ സാഹചര്യം കൊണ്ട് എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് അഭിനയിക്കാം. ഒരാൾ തീരെ ഫ്രണ്ട്ലി അല്ല എന്ന് വിചാരിക്കും. ഫ്രണ്ട്ലി അല്ല മീൻസ് എന്താണ്, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്നില്ല, അത്ര ഒരു സോഷ്യൽ അല്ല. പക്ഷെ ആളെ വീട്ടുകാർ നിർബന്ധിച്ചിട്ട് ഒരു റിലേറ്റീവിന്റെ കല്യാണത്തിന് കൊണ്ടുപോവാണ്. എന്നിട്ട് വീട്ടുകാർ പറഞ്ഞു എല്ലാവരോടും നല്ലോണം സംസാരിച്ചോളാണ്ടി, വെറുതെ ഞങ്ങളെ പറയിപ്പിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പറയൂലേ. അങ്ങനെ ഈ കുട്ടി കല്യാണത്തിന് പോയിട്ട് ഈ കുട്ടീന്റെ സിറ്റുവേഷൻ കാരണമാണ് കേട്ടോ എല്ലാവരോടും നല്ല രീതിക്ക് സംസാരിക്കും. പക്ഷെ ഈ കുട്ടി ആക്ച്വലി അങ്ങനെയല്ല. ആക്ച്വലി അങ്ങനെ ആണെങ്കിൽ അത് ഇന്റേണൽ ഫാക്ടറാണ്. സിറ്റുവേഷൻ കൊണ്ടാണെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടറാണ്. അപ്പൊ സിറ്റുവേഷണൽ ആട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇങ്ങനത്തെ ഗ്രൂപ്പ് പ്രഷറോ സോഷ്യൽ നോമോ വെതറോ ലക്കോ അങ്ങനെ എന്തും സിറ്റുവേഷണൽ ആട്രിബ്യൂഷനിൽ വരാം. നമ്മളിപ്പോൾ കാര്യമായിട്ടൊന്നും പഠിക്കാതെ ലക്കിന് എൻട്രൻസ് ക്രാക്ക് ചെയ്താൽ അവർക്ക് എന്തായിരിക്കും, എക്സ്റ്റേണൽ ഫാക്ടർ ആയിട്ടിരിക്കും ആൾക്കാർ പറയാം. ഇനി കുറച്ച് ആട്രിബ്യൂഷണൽ ബയാസ് ഉണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് വരി, ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഇനി നിങ്ങള് ഈ ഒരു ആട്രിബ്യൂഷൻ ബയാസ് ഒക്കെ എത്തുന്ന ഇപ്പൊ ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കുകയാണെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും പണിയെടുത്ത് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ ബോറടിയൊക്കെ മാറ്റിയിട്ട് ഇത് കേട്ടാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല അത്ര റെലവെന്റ് ആണല്ലേ. ആട്രിബ്യൂഷണൽ ബയാസസിൽ നമ്മൾ ഒരാളെ ബിഹേവിയറിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ചിലപ്പം ചില മിസ്റ്റേക്കുകളൊക്കെ വരെ ഉണ്ടാവും ഇല്ലേ. നമ്മൾ ആൾക്കാരിങ്ങനെ പരദൂഷണം പറയുന്നു, തെറ്റുന്നു ഒക്കെ ഒരു ആട്രിബ്യൂഷണൽ ബയാസസ് ആയിരിക്കും അതിൽ കുറേ. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ
അയാള് നമ്മളോട് ഏതോ ഒരു സാഹചര്യത്തിൽ അറിയാണ്ട് എന്തോ ചീത്ത പറയട്ടെ ചെയ്ത്, ചിലപ്പോൾ അയാളുടെ ഒരു മെന്റൽ കണ്ടീഷനോ ഫിസിക്കൽ കണ്ടീഷനോ ഒക്കെ അങ്ങനെ ആയത് കാരണമുള്ള ഫ്രസ്ട്രേഷനിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ദിവസം അയാൾക്ക് ഭയങ്കരമായിട്ട് എന്തോ ബുദ്ധിമുട്ട് വന്നതിന്റെ ഫ്രസ്ട്രേഷനിൽ അങ്ങനെ പറഞ്ഞതോ എന്തായിരിക്കോട്ടെ. അപ്പൊ നമ്മൾ പറയും അല്ലെങ്കിൽ അവൻ അങ്ങനെ ഭയങ്കര ചൂടനാണ്, തീരെ ശരിയല്ല, ടോക്സിക്കാന്നൊക്കെ പറയും. അത് സിറ്റുവേഷൻ കാരണം ഇരിക്കൂടെ? നമുക്ക് അങ്ങനെ ഒരു കാര്യത്തിന് ജനറലൈസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരങ്ങളാണ് ആട്രിബ്യൂഷണൽ ബയാസ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യം ആട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ബയാസ് വന്നേക്കാം. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നോക്കാം അല്ലെ. ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ ആണ് ഫസ്റ്റത്തെ. ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ എന്ന് പറഞ്ഞാല് ഒരാളിപ്പം കാർ ഓടിച്ചിട്ട് ചിലപ്പോൾ അതിന്റെ കൂടെ ബൈക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന ബൈക്ക് ഓടിച്ച ആളെ മിസ്റ്റേക്ക് കൊണ്ട് എന്തുകൊണ്ടോ ഈ കാറും ബൈക്കും കൂട്ടിയിടിച്ച്, അപ്പൊ നമ്മൾ ഡ്രൈവറെ കുറ്റം പറയും. അല്ലെങ്കിലും അയാൾ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ഓവർ സ്പീഡ് ആയിട്ട് വണ്ടി ഓടിക്കും, നമുക്ക് അയാളെ പറ്റി അറിയ പോലും ഉണ്ടാവില്ല, എന്നിട്ട് വെറുതെ ഇങ്ങനെ പറയും. അങ്ങനെ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യില്ലേ ഒരു വേറൊരാളുടെ, നമ്മളതല്ലാത്ത വേറൊരാളുടെ ആക്ഷൻസിന് അത് അവരുടെ പേഴ്സണാലിറ്റി ആണ് അല്ലെങ്കിൽ ഇന്റേണൽ ആണ് എന്ന് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സിറ്റുവേഷനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. കഴിഞ്ഞ കുട്ടികൾ കൂടുതൽ ഈ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇപ്പൊ എങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കാം. വി ടെൻ ടു ആട്രിബ്യൂട്ട് അതർ പീപ്പിൾസ് ആക്ഷൻ ടു ദെയർ പേഴ്സണാലിറ്റീസ് ആൻഡ് വി അണ്ടർ എസ്റ്റിമേറ്റ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ദ സിറ്റുവേഷൻ. അതായത് സിറ്റുവേഷന്റെ ഇൻഫ്ലുവൻസിനെ നമ്മൾ തീരെ വില വെക്കാതെ പക്ക അത് അവരുടെ പേഴ്സണാലിറ്റി ആണ് എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അത് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ ആണ്. ഇനി അതേ സമയത്ത് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഇങ്ങനെ മാത്രം ആണ് വന്നതെന്ന് വിചാരിക്കും, കോസ്ഡ് ബൈ സംതിങ് വിത്തിൻ ദ പേഴ്സൺ. അതായത് ഒരാളെ ബിഹേവിയറിന് കാരണം അയാള് ഉള്ളിലുള്ള കാര്യങ്ങളാണ്, വിത്തിൻ ദ പേഴ്സണാലിറ്റി ആണ് എന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അതിൽ ഓപ്ഷനിൽ ഡിസ്പോസിഷണൽ ആട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതാണ് ആൻസർ വരിക കേട്ടോ. അതായത് ഡിസ്പോസിഷണൽ ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അയാളുടെ പേഴ്സണാലിറ്റി ആണ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സിറ്റുവേഷൻ ഇമ്പോർട്ടൻസ് ഇല്ല, അങ്ങനെ ഒന്നും ക്വസ്റ്റ്യനിൽ പറയില്ല, ജസ്റ്റ് ഇങ്ങനെ ചോദിക്കുകയുള്ളൂ. കോസ്റ്റ് ബൈ സംതിങ് വിത്തിൻ ദ പേഴ്സൺ ആണെങ്കിൽ അതിന് എന്താ പറയുക? അത് ഡിസ്പോസിഷണൽ ആട്രിബ്യൂഷൻ. ഇനി ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, വേറൊരാളുടെ ബിഹേവിയറിന് നമ്മൾ അയാളുടെ പേഴ്സണാലിറ്റി ആണ് പറയുക സിറ്റുവേഷനേക്കാളും, പേഴ്സണാലിറ്റി റാദർ ദാൻ സിറ്റുവേഷൻ എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. അങ്ങനെ ചോദിച്ചാൽ അത് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എററാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞതിൽ ഈ പോയിന്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാട്ടോ. ഞാൻ ഇപ്പൊ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടാവും. ഇത് രണ്ടും മാറിപ്പോകാതിരിക്കാനാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ. ഈ എക്സാമ്പിളും ആലോചിച്ച് വെക്കാം. ഞാൻ പറയുന്ന സമയത്ത് സോഷ്യൽ സൈക്കോളജി ഏതാണെങ്കിലും എസ്പെഷ്യലി സോഷ്യൽ സൈക്കോളജി നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതണം. കാരണം ഇതിൽ എക്സാമ്പിൾസ് ഒന്നും അങ്ങനെ എല്ലാ എക്സാമ്പിൾസും ഒന്നും സ്ലൈഡിൽ കൊടുക്കൂല. അപ്പോൾ അത് നിങ്ങൾ കേട്ടിട്ട് എഴുതി വെച്ചാൽ മതി. ആ എക്സാമ്പിൾ നോക്കി നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും ഇതാണ് കോൺസെപ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ച് വന്നിട്ട് വണ്ടി ആക്സിഡന്റ് ആകുമ്പോൾ നമ്മൾ ഡ്രൈവറെ കുറ്റം പറയാം, സിറ്റുവേഷൻ അങ്ങനെ നോക്കാതെ. സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇയാളുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവില്ല. അതിനെയാണ് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ആക്ടർ ഓർ ഒബ്സർവർ ബയാസ്. ആക്ടർ ഓർ ഒബ്സർവർ ബയാസ് എന്ന് പറഞ്ഞാൽ വി ടെൻ ടു ആട്രിബ്യൂട്ട് അവർ ആക്ഷൻസ് ടു ദ സിറ്റുവേഷൻ. നമ്മളെ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ സിറ്റുവേഷൻ കൊണ്ട് അങ്ങനെ ആയതാന്ന് പറയും അല്ലേ. നമ്മളിപ്പോ ഒരു എക്സാമിന് ഫെയിലായി, അപ്പൊ വീട്ടുകാരൊക്കെ ചോദിക്കുക എന്താ എക്സാമിന് ഫെയിലായി, എത്രയോ പൈസ കൊടുത്തിട്ട് തന്നെ അവിടെ ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ച് ചേർത്തിയതല്ലേ, എന്നിട്ട് എനിക്ക് പഠിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ നമ്മൾ എന്താ പറയാ, പക്ഷെ എൻ്റെ ഒരു സാഹചര്യം അങ്ങനെ അല്ലായിരുന്നു, എനിക്ക് അന്ന് ഇമോഷണൽ പ്രശ്നങ്ങളായിരുന്നു, മെന്റൽ ഇഷ്യൂസ് ആയിരുന്നു, അല്ല സോറി മെന്റൽ ഇഷ്യൂ അല്ല മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയില്ലേ നമ്മൾ. അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോയ അന്ന് കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു, ഞാനന്ന് ഡൗൺ ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സിറ്റുവേഷൻ കാരണം സിറ്റുവേഷനെ നമ്മൾ പഴിക്കാന്നൊക്കെ പറയില്ലേ, അതിന് സിറ്റുവേഷനെ അട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ആക്ടർ ഒബ്സർവർ ബയാസ് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ആട്രിബ്യൂഷണൽ ബയാസ് പറഞ്ഞ്. ഇനി അടുത്തത് സെൽഫ് സെർവിങ് ബയാസ്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ ഇത്രയും ഇതാക്കി ഇങ്ങനെ പക്ക എക്സാമ്പിൾ ഒക്കെ വെച്ച് പറയുന്നത് എന്താ വെച്ചാൽ നോൺ സൈക്കോളജി സ്റ്റുഡൻസ് കൂടി ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ടായിരിച്ചിട്ടാ. സോറി. സെൽഫ് സെർവിങ് ബയാസ് എന്ന് പറഞ്ഞാല് നമ്മക്ക് ഒരു സക്സസ് വന്നാല് അതെന്താണ്? അത് നമ്മളെ വിജയം. നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് മാർക്ക് കിട്ടി, നമ്മൾ ഭയങ്കര സംഭവമാന്നൊക്കെ പറയും. സെൽഫ് സെർവിങ് ബയാസിൽ പുറത്തുള്ള ഒരാളും വരുന്നില്ല കേട്ടോ. അതായത് ഫുൾ നമ്മളെ പറ്റി മാത്രമുള്ളതാണ് സെൽഫ് സെർവിങ് ബയസ്. അല്ലാതെ മറ്റൊരിത് സിറ്റുവേഷൻ നമ്മളുടെ ഇങ്ങനെ അങ്ങനെ ഒന്നുമല്ല, നമ്മളെ കാര്യങ്ങൾ മാത്രം. അവിടെ രണ്ട് എക്സാമ്പിൾസ് ആണ് വരിക. രണ്ട് സിറ്റുവേഷൻസ് ആണ് സെൽഫ് സെർവിങ് ബയസിൽ വരിക. ഒന്നാമത്തേത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിജയിച്ചാൽ അത് പക്ക നമ്മളെ വിജയമായിട്ട് ഞാൻ നേടിയെടുത്ത ഹാർഡ് വർക്ക് കൊണ്ട് കഷ്ടപ്പെട്ട് കിട്ടിയാന്നൊക്കെ പറയും. ഇനി നമ്മൾ എന്തെങ്കിലും തോറ്റാൽ നമ്മൾ പറയും അതിന് ടീച്ചർ മാർക്ക് ഇടണ്ടേ, ടീച്ചർക്ക് പാർഷ്യാലിറ്റി ആണല്ലോ, ടീച്ചർ മറ്റേ കുട്ടികൾക്ക് മാത്രം മാർക്ക് കൊടുത്തു അങ്ങനെ പറയും. അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ട്. നമ്മളെ ക്ലാസ്സിലൊക്കെ ഡിഗ്രി ഡിഗ്രിക്കൊക്കെ ആർക്കും മാർക്ക് കുറഞ്ഞാല് ഒരു പറയലുണ്ട്, അതാ എക്സ്റ്റേണൽ ടീച്ചർ മാർക്ക് ഇടാനിട്ടാണ്, അല്ലെങ്കിലും നമുക്കൊന്നും ആരും മാർക്ക് ഇട്ടുന്നില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ. ആ ഒരു ഇതൊക്കെ എന്താണ്, നമ്മൾ ഫെയിൽ ആവുമ്പോൾ നമ്മൾ പറയുന്നത് ഇതാണ് സെൽഫ് സെർവിങ് ബയാസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ സക്സീഡ് ആയാൽ നമ്മൾ പറയും അത് നമ്മളെ വിജയം ആണ്. നമ്മൾ ഫെയിൽ ആയാൽ നമ്മൾ എന്താ പറയാ, ഇത് ബാക്കിയുള്ളവര് ഫെയിലിയർ ആണ്, എന്റെ ഒരു പ്രശ്നമല്ല, ഞാൻ പക്കാ പെർഫെക്റ്റ് അങ്ങനെ. ഇനി അടുത്തതാണ് ഒപ്റ്റിമിസം ബയാസ്. ഒപ്റ്റിമിസം ബയാസ് കണ്ടിട്ടുള്ളത് കൂടുതൽ കോവിഡ് ടൈമിലൊക്കെയാണ്. എന്താന്ന് വെച്ചാല് നമ്മൾ വിചാരിക്കാണ് ബാഡ് തിങ്സ് ഒന്നും നമുക്ക് സംഭവിക്കൂല, നമുക്ക് ക്യാൻസർ ഒന്നും വരൂല, നമുക്ക് കോവിഡ് ഒന്നും വരൂല, പക്ഷെ ബാക്കിയുള്ളവർക്ക് വരും. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും നമുക്ക്. നമ്മളെ ഇടയിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ പാലിയേറ്റീവിനൊക്കെ ഫണ്ട് റൈസിങ്ങിനൊക്കെ പോകും, ഫണ്ട് കളക്ട് ചെയ്യാനൊക്കെ പോകുമ്പം ആൾക്കാർക്കൊക്കെ പൈസ തരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അപ്പൊ നമ്മൾ ഒരിടത്ത് പറയും, നാളെ നിങ്ങളാണ് പാലിയേറ്റീവിൽ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഈ എമൗണ്ട് വെച്ചിട്ട് ഇതാക്കേണ്ടി വരും, അപ്പോൾ ഇന്ന് നിങ്ങൾ സഹായിക്കാം. അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആവണം നമുക്ക് ഉണ്ടാവേണ്ടത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന നമുക്ക് ഈ അസുഖങ്ങളൊന്നും വരൂല, പക്ഷെ ബാക്കിയുള്ളവർക്ക് വരുന്നുള്ള ഒരു നമ്മൾ പറഞ്ഞു നടക്കുന്നല്ല, നമുക്ക് ആ ഒരു മൈൻഡാണ് ഉണ്ടാവുക, ഒരു ഡിഫെൻസീവ് ആട്രിബ്യൂഷൻ പോലെ. അടുത്തത് ജസ്റ്റ് വേൾഡ് ബിലീവ്. അപ്പോൾ ഒപ്റ്റിമിസം ബയാസ് മനസ്സിലായല്ലോ. ഇനി ജസ്റ്റ് വേൾഡ് ബിലീഫ് എന്ന് പറഞ്ഞാല് വേൾഡ് എസെൻഷ്യലി ഫെയർ ആണെന്ന് ചിന്തിക്കാം. അതായത് ഇപ്പോൾ ഒരാൾക്ക് എന്തേ ബാഡ് തിങ് സംഭവിച്ചു, ഒരാളെ വീട് ഫ്ലഡ് വന്നിട്ട് ഒലിച്ചു പോയി എന്തെങ്കിലുമൊക്കെ ആയാൽ നമ്മൾ പറയാണ് അത് അവരുടെ പ്രശ്നം കൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചു, ഒരു മുമ്പ് ചെയ്ത എന്തെങ്കിലും കുറ്റം കാരണമായിരിക്കും, അല്ലെങ്കിൽ ഓനൊക്കെ അത് കിട്ടേണ്ടത് തന്നെയാണ് പറയും. ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഈ പ്രളയം വന്ന സമയത്ത് മല്ലിക സുകുമാരനില്ലേ ആക്ട്രസ്, ഇവരെങ്ങനെ ഇവരെ വീടിന്റെ മുറ്റത്തൊക്കെ ഫുൾ വെള്ളമായിട്ട് ഇവരെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്നിട്ട് ഇവരെ ഒരു ബിരിയാണി ചെമ്പിൽ കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക ചെയ്യാം. അപ്പൊ ഈ ഒരു ഫ്ലഡ് നടക്കുന്നതിന് മുമ്പ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വലിയ കാറൊന്നും വരാനുള്ള സ്ഥലം ഈ ഒരു റോഡിനില്ല. അപ്പൊ ഇത് രണ്ടും എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഭയങ്കര ട്രോളായിരുന്നു ആൾക്കാർ. എന്താ എന്താ പറഞ്ഞ അവരുടെ ഒക്കെ ഡയലോഗ് അടി കൊണ്ട് അവർക്കത് കിട്ടേണ്ടത് തന്നെയായിരുന്നു പറയില്ലേ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ജസ്റ്റ് വേൾഡ് ബിലീഫ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരാൾക്ക് ബാഡ് തിങ് സംഭവിച്ചാൽ അവരുടെ ആക്ഷൻസ് കൊണ്ടാണെന്ന് പറയാം. അതുപോലെ ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും ഗുഡ് തിങ്സ് ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പറയും നമ്മൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വേൾഡ് പൊതുവെ ഫെയർ ആണെന്ന് വിശ്വസിക്കാം. ഇവിടാണ് വിക്ടിം ബ്ലെയിം ഒക്കെ വരുന്നത്. ആ ടേം നോട്ട് ചെയ്ത് വെക്കട്ടോ, വിക്ടിം ബ്ലെയിം. ഇതിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് വിക്ടിം ബ്ലെയിം എന്തായിട്ട് റിലേറ്റ് ചെയ്താണ്, ജസ്റ്റ് വേൾഡ് ബിലീഫ് ആണ്. അതായത് ഇപ്പോൾ ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെട്ടാൽ നമ്മൾ ആ ഒരു റേപ്പ് ചെയ്ത ആളെ പറ്റി അല്ല നമ്മൾ പറയാ, നമ്മളല്ല ഈ ജസ്റ്റ് വേൾഡ് ബിലീഫ് ഉള്ളവര് എന്താ പറയാ അറിയോ,
ആ പെണ്ണിന് അത് വേണ്ടിയതാണ്, അവളുടെ സ്വഭാവം അങ്ങനെയല്ലേ, ഓള് കുറെ ബാഡ് തിങ്സ് ചെയ്തതുകൊണ്ട് ഓൾക്ക് അങ്ങനെ കിട്ടിയത്, അങ്ങനത്തെ കാര്യങ്ങൾ പറയില്ലേ. വേൾഡ് ഫെയർ ആയിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്, അല്ലാതെ റേപ്പിസ്റ്റിനെ ബ്ലെയിം ചെയ്യുന്നേ അല്ല. ശരിക്കും റേപ്പിസ്റ്റിനെ അല്ലേ ബ്ലെയിം ചെയ്യണ്ടേ? അപ്പൊ അതൊക്കെ വരുന്നത് ജസ്റ്റ് വേൾഡ് ബിലീഫിനാണ്. ആട്രിബ്യൂഷൻ ബയാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇനി അടുത്തത്, ഓക്കെ, ഇനി വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയില്ലേ, റെക്കോർഡഡ് ക്ലാസ്സസ് കേൾക്കുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ റിലാക്സ്, ഒരു ടോപ്പിക്ക് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ടോപ്പിക്ക് കേട്ടോളൂ. ഓക്കെ, പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് കൂട്ടോ 1 അവർ നോൺ സ്റ്റോപ്പ് ആയിട്ട്, അല്ലെങ്കിൽ 3-4 മണിക്കൂർ കൊണ്ട് 3-4 ക്ലാസ് കൊണ്ടൊന്നും നമ്മളെ സോഷ്യൽ സൈക്കോളജി തീരൂല. ഞാൻ പറയൂ, നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് കേട്ടാൽ മതി. അടുത്താണ് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി എന്ന് പറയുന്നത്. സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി എന്ന് പറഞ്ഞാൽ ഒരാളുടെ എക്സ്പെക്ടേഷനും ബിലീഫും ഒക്കെ കാരണം നമ്മളെ ബിഹേവിയറിൽ ചേഞ്ച് വരിക. ഇപ്പൊ നമ്മളെ ടീച്ചേഴ്സിന് നമ്മളെ ഭയങ്കര വിശ്വാസമുണ്ട്, ഓരങ്ങനെ പറയുകയാണ് നീ അടിപൊളിയാന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഒന്നും കൂടി അടിപൊളിയാക്കൂലേ നമ്മൾ. അതൊക്കെയാണ് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസിയിൽ പറയുന്നത്. ആ, അപ്പോ ഇതിൽ രണ്ടെണ്ണാണുള്ളത് വരുന്നത്, പിഗ്മാലിയൻ എഫക്റ്റും ഗോലം എഫക്റ്റും. പിഗ്മാലിയൻ എഫക്റ്റിനെ നമ്മൾ റോസൻഡാൽ എഫക്റ്റ് എന്നും പറയും. അതുകൊണ്ട് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ റോസൻഡാൽ നീക്കുണ്ടാവുക, രണ്ടും കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ടീച്ചർക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇപ്പൊ 2 ക്ലാസ് ഉണ്ട് സൈക്കോളജിയിൽ, A ക്ലാസ് B ക്ലാസ്. A ക്ലാസ്സിൽ വന്ന് ടീച്ചർ ഇങ്ങനെ പറയാം, നിങ്ങൾ ഭയങ്കര അടിപൊളിയാണ്, ഒരു രക്ഷയില്ല നിങ്ങളെ കൊണ്ട്, നന്നായിട്ട് പഠിക്കും, നല്ല വർക്ക് ചെയ്യും, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് കുട്ടികൾക്ക് കൂടുതൽ ഒരു മോട്ടിവേഷൻ വരും. കുട്ടികൾ കൂടുതൽ എന്താ ചെയ്യുക, ആ ഒരു സംഭവം ഇനി മാർക്ക് കുറഞ്ഞു പോകരുത്, ടീച്ചർ ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അപ്പൊ എനിക്ക് ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കൂടുതൽ കൂടുതൽ മാർക്ക് വാങ്ങും. അതൊക്കെയാണ് പിഗ്മാലിയൻ എഫക്റ്റ്. ഇനി ഗോലം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്, നമ്മളോട് ആരെങ്കിലും നിങ്ങളെ പെർഫോമൻസ് വേഴ്സാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷനും നമുക്ക് പിന്നെ അങ്ങനെ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഗോലം എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ ആക്ഷൻസ് ഇമ്പാക്റ്റ് കാരണം ബാക്കിയുള്ളവർക്ക് നമ്മളോട് ഒരു വിശ്വാസം ഉണ്ടാവും, നമ്മൾ അടിപൊളിയാക്കും എന്നുള്ള വിശ്വാസം ഉണ്ടാവും. അതൊക്കെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യും, എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ചും കൂടി അടിപൊളിയാക്കാൻ ശ്രമിക്കും. ആ ഒരു രീതിയിലാണ് ഇത്. ഇത്രേ ഉള്ളൂ. സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി ഒരു അംബ്രല്ല ടേം ആണ്. വേറെയുള്ള ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ നമ്മളെ ബിഹേവിയറിനെ ബാധിക്കുന്നില്ല. അതന്നെ 2 ടൈപ്പ് ഉണ്ട്. പിഗ്മാലിയൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ ഹൈ എക്സ്പെക്ടേഷൻ, നമ്മളെടുത്ത് നിന്ന് എന്തോ ഭയങ്കര അടിപൊളി എക്സ്പെക്ട് ചെയ്യുന്നതാണ് പിഗ്മാലിയൻ എഫക്റ്റ്. ഗോളം എഫക്റ്റ് നേരെ തിരിച്ചാണ്, ലോവർ എക്സ്പെക്ടേഷൻ ആണ്. ലോവർ എക്സ്പെക്ടേഷൻ, നമ്മൾ എടുത്തുന്ന ഒരാൾ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, നീ ഭയങ്കര മോശമാന്ന് പറഞ്ഞാൽ നമ്മൾ മോശം തന്നെ ആവും, നമ്മൾ മോശമായിട്ട് പെർഫോമിങ് വേഴ്സ്. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് കെല്ലീസ് തിയറി ആണ്. കെല്ലീസ് തിയറി ഓഫ് കോസൽ ആട്രിബ്യൂഷൻ. ഇത് പ്രപ്പോസ് ചെയ്തത് ആരാണ്? കെല്ലി തന്നെയാണ്, ഹൊറാൾഡ് കെല്ലി, 1967. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് 3 ടേംസ് ആണ് വരുന്നത്. ഇതിൽ വേറൊരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഞാൻ പറയുന്ന എക്സാമ്പിൾ കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒരു കോൺസെപ്റ്റ്, എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആവും. ഇത് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്, പക്ഷെ ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ സിമ്പിൾ ആയിരിക്കും. 3 ടേംസ് ആണുള്ളത്: കൺസെൻസസ്, കൺസിസ്റ്റൻസി, ഡിസ്റ്റിങ്റ്റീവ്നെസ്. ഈ 3 ടേംസ് എന്താണെന്ന് ഞാൻ പറയട്ടോ. നമ്മളെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ തീരെ താല്പര്യമില്ല. കുട്ടിക്ക് എന്താ പേരിടാ? ജോയ് എന്ന് പറഞ്ഞൊരു കുട്ടിയായിരിക്കും. ജോയ്ക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ തീരെ താല്പര്യമില്ല. പ്രത്യേകിച്ച് ജോയ്ക്ക് ഫിസിക്സ് ക്ലാസ് ഇഷ്ടമല്ല. അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം.
ഒരു ഇതൊക്കെയാണ് പറയുന്നത്. ഇനി ഇതിൽ 2 കേസ് ഉണ്ട്, ഇന്റേണലും എക്സ്റ്റേണലും. ആദ്യം ഞാൻ ഈ കൺസെൻസും ഇതൊക്കെ എന്താണെന്ന് ഉള്ള ആ ഒരു 2 ലോ വരുമ്പോ എന്താവും, ഹൈ വരുമ്പോ എന്താവും എന്നൊക്കെ പറയാം. എന്നിട്ട് നമുക്ക് ഇന്റേണലും എക്സ്റ്റേണലും പറയാം. അപ്പൊ ആദ്യം തന്നെ കൺസെൻസ്. കൺസെൻസ് എന്ന് പറഞ്ഞാല് ഒരു സാഹചര്യം വരുമ്പോ എല്ലാരും അതേപോലെ ഒരുപോലെയാണ് പെരുമാറുന്നതെങ്കിൽ കൺസെൻസ് ഹൈ ആണ്. പക്ഷെ ഒരു കുട്ടി മാത്രം ഇതേപോലെ പെരുമാറാണ് കൺസെൻസ് ലോ. എക്സാമ്പിൾ, ഫിസിക്സിന്റെ മിസ് പഠിപ്പിക്കുന്ന ആർക്കും മനസ്സിലാവില്ലൊന്നുമില്ല, അപ്പൊ ആരും ശ്രദ്ധിക്കലില്ല എന്ന് വിചാരിക്കാം. അപ്പൊ കൺസെൻസ് എന്താ, ഹൈ ആണ്. ക്ലാസ്സിലെ 40 കുട്ടികൾ ഉറങ്ങലാണ്, കൺസെൻസ് എന്താണ്, ഹൈ ആണ്. ഇനിയിപ്പോ ജോയ് മാത്രമാണ് ശ്രദ്ധിക്കാത്തത്. ജോയ്ക്ക് ഒരു ശ്രദ്ധക്കുറവുണ്ട് കേട്ടോ, പൊതുവെ അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് ജോയ്. ജോയ് മാത്രമാണ് ശ്രദ്ധിക്കാത്തതെങ്കിൽ കൺസെൻസ് ലോ ആണ്. ഇപ്പൊ കൺസെൻസ് എന്താന്ന് മനസ്സിലായില്ലേ? ഓൾ റിയാക്ട് ഇൻ സെയിം മാനർ ഫോർ ദ സ്റ്റിമുലസ്. ഒരു സ്റ്റിമുലസിനോട് അല്ലെങ്കിൽ ഫിസിക്സ് ക്ലാസ്സിനോട് എല്ലാവരും ഒരുപോലെയാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ കൺസെൻസ് എന്നാണ് പറയുക. കൺസെൻസ് മനസ്സിലായില്ലേ? ഒന്ന് മനസ്സിലായിട്ട് അടുത്ത് എഴുതി വെച്ചാൽ. അടുത്ത കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഉണ്ട് സ്ഥിരത എന്ന് പറയില്ലേ, അക്രോസ് ടൈം. എല്ലാ സമയത്തും അങ്ങനെയാണോ? അതായത് എല്ലാ ഫിസിക്സ് ക്ലാസ്സിലും ജോയ് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഹൈ ആണ്. പിന്നെ ഇനിയിപ്പോ ഏതോ ഒരു ഫിസിക്സ് ക്ലാസ്സിൽ മാത്രമാണെങ്കിൽ കൺസിസ്റ്റൻസി ലോ. ഡിഫറെന്റ് ഒക്കേഷനിൽ നമ്മൾ ഒരുപോലാണോ ബിഹേവ് ചെയ്യുന്നത്? ഇവിടെ എല്ലാ ആൾക്കാരും അല്ല മാറ്റർ, ഇവിടെ എല്ലാ സമയത്തും ഇല്ല. നമ്മൾ ഒരു ക്ലാസ്സിൽ മാത്രമാണ് ഉറങ്ങിപ്പോയത്, അതറിയാണ്ട് ക്ഷീണം വന്ന് ഉറങ്ങിയതാണെങ്കിൽ കൺസിസ്റ്റൻസി ലോ ആണ്. പക്ഷെ എല്ലാ ക്ലാസ്സിലും നമ്മളൊരു ഉറക്കം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ശ്രദ്ധക്കുറവാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഹൈ ആണ്. അപ്പൊ ജോയ്ക്ക് എന്തായാലും കൺസിസ്റ്റൻസി ഹൈ ആണ്. ഇനി ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ ഈസ് ഡിഫറെന്റ് അക്രോസ് സിറ്റുവേഷൻ. അതായത് ഡിസ്റ്റിങ്റ്റീവ്നെസ്സിൽ പറയുന്നത് നമ്മളിപ്പോ ഫിസിക്സ് ക്ലാസ്, മാത്സ് ക്ലാസ്, കെമിസ്ട്രി ക്ലാസ്, എല്ലാ ക്ലാസ്സിലും ജോയ് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ജോയ്ക്ക് ശ്രദ്ധിക്കാൻ ഒരു താല്പര്യമില്ലെങ്കിൽ ഡിസ്റ്റിങ്റ്റീവ്നെസ് ലോ ആണ്. അതായത് ഒരു വ്യത്യാസം ഇല്ലാതെ എല്ലാ ക്ലാസ്സിലും ഉറങ്ങുന്നുള്ള അർത്ഥം. ഡിസ്റ്റിങ്റ്റീവ്നെസ് ലോ ആണ്. ഇനി ഫിസിക്സ് ക്ലാസ്സിൽ മാത്രമാണ് ജോയ് ഉറങ്ങുന്നതെങ്കിൽ അവിടെ ഡിസ്റ്റിങ്റ്റീവ്നെസ് ഹൈ ആണ്. അതായത് വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് ഫിസിക്സിന്റെ ക്ലാസ്സിൽ മാത്രം ഉറങ്ങുന്നുള്ളൂ, മാത്സും ഇംഗ്ലീഷ് കെമിസ്ട്രി ഒക്കെ നല്ലോണം ശ്രദ്ധിക്കുന്ന കുട്ടിയാണെങ്കിൽ ഡിസ്റ്റിങ്റ്റീവ്നെസ് ഹൈ ആണ്. ഇപ്പൊ കൺസെൻസും കൺസിസ്റ്റൻസിയും ഡിസ്റ്റിങ്റ്റീവ്നെസ്സും ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി ജസ്റ്റ് മെൻഷൻ ചെയ്യാം. കൺസെൻസ് എന്ന് പറഞ്ഞാല് എല്ലാ സ്റ്റിമുലസിനോടും ഒരുപോലെ ആണോ അല്ലേ എന്നുള്ളത്. കൺസിസ്റ്റൻസി, സ്ഥിരത, എല്ലാ ടൈമിലും ഇയാൾ ഇങ്ങനാണോ അല്ലേ, അല്ലെങ്കിൽ ഒരു ദിവസം മാത്രമാണ് അങ്ങനെ. ഡിസ്റ്റിങ്റ്റീവ്നെസ്, ഡിഫറെന്റ് സിറ്റുവേഷനിൽ ഒരുപോലെ ആണോ അല്ലേ എന്നുള്ളതാണ് ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഈ 3 എണ്ണാണുള്ളത്: കൺസെൻസ്, കൺസിസ്റ്റൻസി, ഡിസ്റ്റിങ്റ്റീവ്നെസ്. ഇനി ഈ ഇന്റേണലും എക്സ്റ്റേണലും എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇത് എപ്പോഴും ചോദിക്കലുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം, അങ്ങനെയല്ലേ ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്യല്. അപ്പൊ കൺസെൻസ് ഇന്റേണൽ കോഴ്സിനാണെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി. കൺസെൻസ്, കൺസിസ്റ്റൻസി, ഡിസ്റ്റിങ്റ്റീവ്നെസ് ആണല്ലോ ഈ ഒരു ഓർഡറിൽ നോക്കട്ടോ. അതിൽ ഇന്റേണൽ കോഴ്സസിലാണെങ്കിൽ ലോ, ഹൈ, ലോ, LHL. എക്സ്റ്റേണൽ കോഴ്സസിനാണെങ്കിൽ HHH. അപ്പൊ ഇന്റേണൽ കോഴ്സിന് എക്സാമ്പിൾ പറയാം. ജോയിന്റെ എക്സാമ്പിൾ ആണ് ഇന്റേണൽ കോഴ്സ്. ഇന്റേണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ അയാളെ പേഴ്സണാലിറ്റി, അതായത് ജോയിന്റെ പേഴ്സണാലിറ്റി വളരെ എന്താണ്, ശ്രദ്ധിക്കാത്ത, ക്ലാസ്സിലൊന്നും പറഞ്ഞൊന്നും കേൾക്കാത്ത ഒരു കുട്ടിയാണ്. അപ്പൊ കൺസെൻസ് എന്ന് പറയുന്നത് എന്താണ്, ലോ ആണ്. അതെന്തുകൊണ്ടാണ് ലോ ആയത്? എക്സ്റ്റേണൽ ഇപ്പൊ നോക്കണ്ട കേട്ടോ, ഇന്റേണൽ മാത്രമാണ് പറയുന്നത്. കൺസെൻസ് ലോ എന്ന് പറഞ്ഞാല് ജോയ് മാത്രമേ അങ്ങനെ ഉള്ളൂ, ഭയങ്കര അടിപൊളി മിസ്സാ, ബാക്കി എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് നോട്ടൊക്കെ എഴുതി വെക്കുന്നുണ്ട്, അതുകൊണ്ട് കൺസെൻസ് ലോ ആണ്. കൺസെൻസ് പറഞ്ഞാൽ എന്തായാലും എല്ലാവരും അങ്ങനെയാണോ, ജോയ് മാത്രം അങ്ങനെയാണോ? ജോയ് മാത്രം അങ്ങനെ ആയതുകൊണ്ട് കൺസെൻസ് കുറവാണ്. കൺസിസ്റ്റൻസി, സ്ഥിരത. ജോയ് എല്ലാ ഫിസിക്സ് ക്ലാസ്സിലും അങ്ങനെ ആണോ? യെസ്, കൺസിസ്റ്റൻസി ഹൈ ആണ്. ഡിസ്റ്റിങ്റ്റീവ്നെസ് ലോ ആണ്. അതായത് ഫിസിക്സ് എന്നല്ല, എല്ലാ ക്ലാസ്സിലും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എല്ലാ ക്ലാസ്സിലും ജോയ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്താണ്, കുറവാണ്, ലോ ആണ്. അപ്പൊ ഇത് 3 മനസ്സിലായില്ലേ?
ഇനി എക്സ്റ്റേണൽ കോസസ് എന്ന് പറയുമ്പോൾ ജോയിന്റെ പ്രശ്നമല്ല, തീരെ ആർക്കും മനസ്സിലാകും. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ +1 +2 ആർക്കും മനസ്സിലാവാത്തൊരു മാം വന്നിട്ട് ഫിസിക്സ് എടുക്കായിരുന്നു, ഗസ്റ്റ് ആയിട്ട് വന്നതെന്തുമാണ് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ആ മാം എടുക്കുമ്പോൾ കൺസെൻസ് ഹൈ ആണ്, അതായത് ഒരു കുട്ടി പോലും ശ്രദ്ധിച്ചിട്ടും കാര്യമല്ല, മനസ്സിലാവില്ല. കൺസിസ്റ്റൻസി ഹൈ ആണ്, അതായത് ഫിസിക്സ് ക്ലാസ്സിൽ എല്ലാവരും ഇങ്ങനെയാണ്. ഡിസ്റ്റിങ്റ്റീവ്നെസ് ഹൈ ആണ്, അതായത് ഫിസിക്സ് കെമിസ്ട്രി എല്ലാത്തിൻ്റെയും കുഴപ്പമില്ല, ഫിസിക്സിന്റെ മാത്രം പ്രശ്നമാണ്. വളരെ ഡിസ്റ്റിങ്ക്റ്റഡ് ആയിട്ട് ഫിസിക്സിന് മാത്രം അങ്ങനെയല്ല. അപ്പൊ ഡിസ്റ്റിങ്റ്റീവ്നെസ് ഹൈ ആണ്. അപ്പൊ ഇന്റേണൽ LHL, എക്സ്റ്റേണൽ HHH, കൺസിസ്റ്റൻസി, ഡിസ്റ്റിങ്റ്റീവ്നെസ്, ഈ 3 ടേമും ഇന്റേണലിലും എക്സ്റ്റേണലിലും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും ഇതിന്റെ ഒരു എക്സാമ്പിളും മനസ്സിലാക്കി വെക്കുക. ഇനി ടെക്സ്റ്റിൽ കൊടുത്ത എക്സാമ്പിൾ ആണ് ഇത്. ഇത് വേറെയാണ് കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റിൽ കസ്റ്റമറിന് ബാക്കിയുള്ളവർ ഫ്ലേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അത് ബാക്കിയുള്ളവരെ പ്രശ്നമാണോ അല്ലെങ്കിൽ കസ്റ്റമറിന്റെ പ്രശ്നമാണോ എന്നൊക്കെ ഉള്ള അങ്ങനെയുള്ള ഇന്റേണലും എക്സ്റ്റേണലും വരുന്നുണ്ട്. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക, അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതിൽ HHH എക്സ്റ്റേണലും ഉണ്ട്, LHL ഇന്റേണലും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചാൽ ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതാണ് കെല്ലീസ് തിയറി. ഇനി അടുത്തത് കറസ്പോണ്ടന്റ് ഇന്റർഫെറൻസ് തിയറി. ജോൺസ് ആൻഡ് ഡേവിസസ് ആണ് പ്രപ്പോസ് ചെയ്തത് 1965. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ജഡ്ജ്മെന്റ് ഉണ്ടാക്കുന്നത് വേറൊരാളെ ബിഹേവിയറിനെ പറ്റി, വേറൊരാളെ ആക്ഷനെ പറ്റി. അതായത് ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമ്മൾ എങ്ങനെയാണ് ഇതാക്കുന്നത്, എങ്ങനെയാണ് അതിന് മീനിങ് കൊടുക്കുന്നത്, അവരുടെ പേഴ്സണാലിറ്റി ആയിട്ടാണോ എന്നൊക്കെ ഉള്ളത്. അതായത് ഈ തിയറിയിൽ ഇത്രേ പറയുന്നുള്ളൂ. നമ്മളെപ്പോഴും നമ്മൾ കാണുന്ന ആൾക്കാരുടെ ബിഹേവിയറിന് സ്റ്റേബിൾ ക്വാളിറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആയിട്ടാണ് പറയുക. അതിനിപ്പോൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒക്കെ നമ്മൾ വെറുതെ ഒരാൾ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയാൽ തന്നെ അത് അയാളുടെ സ്റ്റേബിൾ ക്വാളിറ്റിയാണ്. ഇനിയിപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു ദിവസം ദേഷ്യം പിടിച്ചാലും നമ്മൾ ആ ഒരു ദേഷ്യം പിടിച്ച സാഹചര്യമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് അയാളുടെ പേഴ്സണാലിറ്റി ആണ്, സ്റ്റേബിൾ ആണെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അതാണ് കറസ്പോണ്ടന്റ് ഇന്റർഫറൻസ് തിയറി. ഇതങ്ങനെ ഒരു ആട്രിബ്യൂഷണൽ ബയാസ് ആയിട്ടല്ല പറയുന്നത്. അത് ചിലപ്പം സ്റ്റേബിൾ ക്വാളിറ്റി തന്നെ ആയിരിക്കാം അയാളുടെ, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആവണം എന്നുമില്ല, അങ്ങനെ എടുത്തു പറയുന്നില്ല. അതാണ് കറസ്പോണ്ടന്റ് ഇന്റർഫറൻസ് തിയറി. ആരാണ് പ്രപ്പോസ് ചെയ്തത്? ജോൺസ് ആൻഡ് ഡേവിസ് ആണ്. കുറെ കാര്യങ്ങൾ പഠിച്ച് നിങ്ങള് ഇൻഫർമേഷൻ ഓവർലോഡഡ് ആയി ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ അരമണിക്കൂർ കൂടി ഉണ്ട് ഏകദേശം ക്ലാസ്. ഒരു 25 മിനിറ്റ് കൂടി ഉണ്ട്. അതുവരെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. അടുത്തത് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയൂലേ ഓരോരോ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, അവർക്ക് സിനിമനോടുള്ള ആറ്റിറ്റ്യൂഡ് അതാണ്, ഇങ്ങനത്തെ സിനിമകൾ അവർക്ക് താല്പര്യമില്ല, അവരുടെ ആറ്റിറ്റ്യൂഡ് അതാന്നൊക്കെ പറയില്ലേ. ആ ഒരു നമ്മളൊരു മനോഭാവം എന്ന് പറയുന്ന സംഭവം തന്നെ, നമ്മളൊരു ഫീലിങ്സ്, ബിലീവ്സ്, ബിഹേവിയർ ഒക്കെ വേറെയുള്ള ആൾക്കാരോടും ഗ്രൂപ്പ്സിനോടും ഐഡിയാസിനോടും ഒബ്ജക്ട്സിനോടും ഒക്കെ ഉള്ള നമ്മളെ ആ ഒരു ബിലീഫും ഫീലിങ്സ്, നമുക്ക് എന്താണ് അതിനോട് ഫീൽ ചെയ്യുന്നത്. ചിലവർക്ക് ഇപ്പോൾ സീരീസ് കാണാൻ ഇഷ്ടമില്ലാത്തവരാണ്, സീരീസ് കാണേ, അപ്പൊ സീരീസിനോട് നമുക്ക് എന്തോ ഒരു മനോഭാവം, അതൊക്കെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ അതില് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, മിക്സ്ഡ് ഇവാലുവേഷൻ ഒക്കെ ഉണ്ട് വേറെ ഒബ്ജക്ട്സിനെ, ഐഡിയാസിനെ ഒക്കെ പറ്റി. ഇപ്പൊ ഈ ഒരു ആംഗ്രി പേഴ്സൺ ആണെങ്കിൽ നമുക്ക് അയാളോട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഫ്രണ്ട്ലി പേഴ്സൺ ആണെങ്കിൽ ചിലപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെ വരാം. അപ്പൊ ഇവിടെ ആറ്റിറ്റ്യൂഡ് ഇംപ്ലൈ ചെയ്യുന്നത് ചില പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയർ പാറ്റേൺ ഒക്കെ. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഒരു മെയിൻ സംഭവം, ഈ ഒരു ഡെഫിനിഷൻ ഏതോ ഒരു പ്രാവശ്യം ഏതോ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ഇത് എന്തിന്റെ ഡെഫിനിഷൻ ആണെന്ന്. ആറ്റിറ്റ്യൂഡ് ഈസ് എ മെന്റൽ റെഡിനെസ് ആൻഡ് ന്യൂറൽ സ്റ്റേറ്റ്, mental and neural state of readiness organized through experience, exerting a directive or dynamic influencing upon the individual's response to all objects and situations with which it is related. ഈ ഡെഫിനിഷൻ കാണാതെ പഠിക്കേണ്ട. ഏകദേശം മെന്റൽ ആൻഡ് ന്യൂറൽ സ്റ്റേറ്റ് ഓഫ് റെഡിനെസ് തുടങ്ങി എന്ത് ചോദിച്ചാലും അതിന്റെ ആൻസർ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, ആ ഡെഫിനിഷൻ. അപ്പൊ ഈ ഡെഫിനിഷൻ
മുമ്പ് ചോദിച്ചിട്ടുണ്ട് എന്തിൻ്റെ ആണെന്ന്. ഇനി നമുക്ക് ഈ ഒരു സംഭവമാണ് പറയാനുള്ളത്. ആറ്റിറ്റ്യൂഡിന്റെ ABC മോഡൽ. എ എന്ന് പറഞ്ഞാൽ എന്താ? അഫക്റ്റീവ്. അതായത് നമുക്കൊരു കാര്യത്തിനോടുള്ള ഒരു ഇമോഷൻ. എനിക്കിപ്പോ നമ്മൾ ആലോചിക്കാണ് ഡോഗ്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു പോസിറ്റീവ് ഇമോഷൻ ആണല്ലോ വിചാരിക്കും, ഒരു ഇഷ്ടം എന്നുള്ള സാധനം. അപ്പൊ അഫക്റ്റീവ് കോമ്പണന്റ് അതായിരിക്കും. ഇനി ബി എന്ന് പറഞ്ഞാല് ബിഹേവിയറൽ കോമ്പണന്റ്. അതിനോട് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? ഡോഗ്സിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിടിച്ച് മടിയിലൊക്കെ എടുത്തു വെക്കൂല്ലേ? അപ്പോൾ ആ ഒരു ഇതാണ് ബിഹേവിയറൽ കോമ്പണന്റ് എന്ന് പറയുന്നത്. ഇനി കൊഗ്നിറ്റീവ് കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക. ഡോഗ്സ് നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ ഒറ്റക്കാവുന്ന സമയത്തൊക്കെ ഡോഗ്സ് കൂടെ ഉണ്ടാവും, പെറ്റായിട്ട് കൂടെ ഉണ്ടാവും, ഫ്രണ്ട്ലി ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ചിന്തിക്കുന്നതല്ലേ, നമ്മുടെ വിശ്വാസങ്ങളല്ലേ, അതൊക്കെയാണ് കോഗ്നിറ്റീവ് കോമ്പണന്റ്. അപ്പൊ ABC ഏതൊക്കെയാ? അഫക്റ്റീവ്, ബിഹേവിയറൽ, കോഗ്നിറ്റീവ്. ഇനി പറയാനുള്ളത് ആറ്റിറ്റ്യൂഡിന്റെ ഫങ്ഷൻസ് ആണ്. നമുക്കിന്ന് കോഗ്നിറ്റീവ് ഡിസോണൻസും ഇതൊക്കെ എടുക്കാം, ടൈം ഉണ്ട്. ആറ്റിറ്റ്യൂഡിന്റെ ഫങ്ഷൻസിൽ ആരാണ് ഇത് പ്രപ്പോസ് ചെയ്തത്? ഫങ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവന്നിട്ടുള്ളത് ഡാനിയൽ കേറ്റ്സ് ആണ്. ഇവർ പറഞ്ഞത് ആറ്റിറ്റ്യൂഡിനെ 4 ഡിഫറെന്റ് ഗ്രൂപ്പ് ആക്കാൻ പറ്റും. അതിന്റെ ഫങ്ഷൻസിനനുസരിച്ച് 4 ഡിഫറെന്റ് ഗ്രൂപ്പ് ആക്കാം എന്നാണ് പറഞ്ഞത്. യൂട്ടിലിറ്റേറിയൻ, നോളജ്, ഈഗോ ഡിഫെൻസീവ്, വാല്യൂ എക്സ്പ്രസീവ് എന്ന് പറഞ്ഞിട്ടുള്ള 4 ഗ്രൂപ്പ്. ഓക്കെ, അതിൽ യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജനറൽ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു അവോയ്ഡൻസ് ടെൻഡൻസി എന്നാണ് പറയുന്നത്. അതായത് യൂട്ടിലിറ്റേറിയൻ എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം പ്ലഷർ വേണം, നല്ല കാര്യങ്ങൾ കൂടുതൽ വേണം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ചീത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ഇനി നോളജ് എന്ന് പറഞ്ഞാൽ പുതിയ ഇൻഫർമേഷൻ ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഈഗോ ഡിഫെൻസീവ് എന്ന് പറഞ്ഞാൽ ഈ ആറ്റിറ്റ്യൂഡ് നമ്മൾ എന്തിനു ഹെൽപ്പ് ചെയ്യും? നമ്മളൊരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഈഗോനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇനി വാല്യൂ എക്സ്പ്രസീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിലീഫ്, കോർ ബിലീഫും സെൻട്രൽ വാല്യൂസും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ആറ്റിറ്റ്യൂഡിന്റെ ഫങ്ഷൻസ്. ഈ ടേംസ് നോക്കി വെച്ചാൽ ഇതിന്റെ അകത്തുനിന്ന് അങ്ങനെ ചോദിക്കലില്ല. യൂട്ടിലിറ്റേറിയൻ, നോളജ്, ഈഗോ ഡിഫെൻസീവ്, വാല്യൂ എക്സ്പ്രസീവ് 4 എന്നുള്ളത് നോക്കി വെച്ചാൽ മതിയാവും. ഇനി അടുത്തത് 2 തിയറീസ് ഉണ്ട്, കോഗ്നിറ്റീവ് ഡിസോണൻസും സെൽഫ് പെർസെപ്ഷൻ. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള 2 തിയറീസ് ആയതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് കാണിക്കുന്ന സ്ലൈഡ് കൊടുത്തത്. ഇതിൽ സെൽഫ് പെർസെപ്ഷൻ പറയാം, മറ്റേത് പറയാം, പക്ഷെ മറ്റേത് നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്താണെന്ന്. അപ്പോഴേക്കും ഞാൻ സെൽഫ് പെർസെപ്ഷൻ പറയാം. സെൽഫ് പെർസെപ്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന തിയറി ആയിരിക്കും. ഡാരിൽ ബെമ്മാണ് പ്രപ്പോസ് ചെയ്തത്. ബെംസ് സെൽഫ് പെർസെപ്ഷൻ തിയറി എന്നൊക്കെ പറയലുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ കൂടുതൽ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നുണ്ട് വിചാരിക്കാം. പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കുന്നൊന്നുമില്ല. ചിത്രം വരയ്ക്കാൻ ഇൻട്രസ്റ്റ് വന്നപ്പോൾ നല്ല നല്ല പിക്ചേഴ്സ്, പെയിന്റിങ്സ് ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലും മലയാളത്തിൽ വായിക്കുന്നത് ഏതൊരു പർട്ടിക്കുലർ ഓതറിന്റെ ബുക്കാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഇതൊക്കെ നമ്മളെ ബിഹേവിയർ ആണ്. ഈ ബുക്ക് വായിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ചിത്രം വരയ്ക്കുന്നത്, ഇതൊക്കെ നമ്മളെ ബിഹേവിയർ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഗാർഡനിങ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇഷ്ടമാണോ അല്ലെന്ന് അറിയില്ല, എന്തോ ഗാർഡനിങ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, അത് നമ്മളൊരു ബിഹേവിയർ, ഒരു ഹോബി പോലെ. അപ്പൊ ഈ ബിഹേവിയർ നമുക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കുക അപ്പൊ എനിക്ക് ഈ ആറ്റിറ്റ്യൂഡ് അല്ലേ, അതായത് നമുക്ക് ഡ്രോയിങ് ചെയ്യുന്ന ബിഹേവിയർ ഉള്ളതുകൊണ്ട് അപ്പൊ എനിക്ക് ഡ്രോയിങ്ങും പെയിന്റിങ്ങും ഒക്കെ ഇഷ്ടമാണില്ലേ, അങ്ങനെ നമ്മൾ വിചാരിക്കില്ലേ. നമ്മൾ എപ്പോഴും KR മീരന്റെ ബുക്സ് ആണ് വായിക്കുന്നതെന്ന് വിചാരിക്കുക, നമ്മളെ ബിഹേവിയർ. അപ്പൊ എനിക്ക് KR മീരൻ ഇഷ്ടമാണില്ലേ, ആ ഒരു മൈൻഡ് വരൂലേ. അപ്പൊ ഇതാണ് നമ്മളെ ബിഹേവിയർ നോക്കിയിട്ട് നമ്മളെ ആറ്റിറ്റ്യൂഡും ഒപ്പീനിയൻസും ഇതാണില്ലേ നമ്മൾ ചിന്തിക്കുന്നതാണ് സെൽഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ തമ്മിൽ കോൺഗ്രുവൻസ് ഉണ്ട്. ഇനി നമ്മൾ പറയും കോഗ്നിറ്റീവ് ഡിസോണൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രുവൻസ് ആയിനോ നമ്മൾ പഠിച്ച്, അല്ലല്ലോ, ഇൻകോൺഗ്രുവൻസ് എന്നല്ലേ. അപ്പൊ ഇവിടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിൽ കോൺഗ്രുവൻസ് ഉണ്ട്. കാരണം ഞാൻ എപ്പോഴും
ചിത്രം വരയ്ക്കുന്നുണ്ട് കാരണം എനിക്ക് ഡ്രോയിങ് ഇഷ്ടമാണ്. അപ്പൊ എൻ്റെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും കോൺഗ്രുവൻ്റ് ആയി. കോൺഗ്രുവൻ്റ് ആയെന്ന് പറഞ്ഞാൽ സെയിം ആവാം. അപ്പൊ ഇവിടെ യാതൊരു രീതിയിലുള്ള ടെൻഷനോ ഡിസ്കംഫർട്ടോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ലോജിക്കൽ ഒബ്സർവേഷൻ. ഞാൻ ആ ഓഥറിന്റെ ബുക്സ് വായിക്കുന്നുണ്ട് കാരണം എനിക്ക് ആ ഓഥറിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബിഹേവിയർ നോക്കിയിട്ട് ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കുന്നതിനെയാണ് സെൽഫ് പെർസെപ്ഷൻ തിയറി എന്ന് പറയുന്നത്. പ്രപ്പോസ് ചെയ്തത് ബെമ്മാണ്. ഇതിൽ ഒരു ഡിസ്കംഫോർട്ടോ ഡിസോണൻസോ ഒന്നുമില്ല. ഇനി ഇതും കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഇതവിടെ നിൽക്കട്ടെ. ഇത് ഫെസ്റ്റിഞ്ചർ ആണ് പ്രപ്പോസ് ചെയ്തത്. ഇത് ആരാണ്? ഡാരിയൽ ബെമ്മാണ്. അതെന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഇവിടെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ തമ്മിൽ ഡിസ്ക്രിപ്പൻസി ഉണ്ടാവുന്നുണ്ട്. അതിനോണ്ടാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി അറിയുന്നത്. ഡിസോണൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അല്ലേ. പക്ഷെ ഇവിടെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയറും തമ്മിൽ കോൺഗ്രുവൻസ് ആണ്. പിന്നെ ഇവിടെ ഡിസ്കംഫേർട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ സെൽഫ് പെർസെപ്ഷൻ തിയറിയിൽ ഡിസ്കംഫേർട്ട് ഉണ്ടാവുന്നില്ല. അതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഗിവ് റൈസ് ടു ഡിസ്കംഫർട്ട്, ഇവിടെ അങ്ങനെ ഡിസ്കംഫർട്ട് ഉണ്ടാവുന്നില്ല. ക്ലിയർ ആയില്ലേ? ഇതാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറിയും സെൽഫ് പെർസെപ്ഷൻ തിയറി. കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ബിലീഫ്സോ അല്ലെങ്കിൽ ഒരു ബിലീഫോ ഒരു ആറ്റിറ്റ്യൂഡോ ഒക്കെ ഉണ്ടാവും. എന്നിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഒരു മിനിറ്റ്. വേറൊരു സാധനം ഉണ്ടായിരുന്നു പെണ്ണ് പോലെ കാണാൻ. ഓക്കെ. ഇനി കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറിയിൽ ഇവരൊരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ എക്സ്പെരിമെന്റ് ഒന്ന് ജസ്റ്റ് പറയാം. എക്സ്പെരിമെന്റിൽ കൊടുത്തിട്ടില്ല. അത് എന്താ വെച്ചാൽ ഞങ്ങൾ നോട്ട് കുറച്ചുകൂടി ബ്രീഫ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി എല്ലാ ലൈൻസും പറയുന്നതിന് പകരം ഞാൻ അതേപോലെ ഇമേജസും ഇതൊക്കെ കൊടുത്തിട്ട് കുറച്ചൊന്ന് ഷോർട്ട് ആക്കിയതാണ്. പക്ഷെ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അത് നിങ്ങൾ ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ഗൂഗിളിലേറ്റോ വായിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എക്സ്പെരിമെന്റ് എന്താണ്. കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറിയിൽ ഇവര് ചെയ്യുന്നത് എന്താ വെച്ചാൽ കുറച്ച് ടീമിനെ എടുത്തു എന്നിട്ട് 2 ഗ്രൂപ്പ് ആക്കി. ഒരു ബോറിംഗ് ടാസ്ക് കൊടുത്തിട്ടോ ഇവർക്ക്. എന്നിട്ട് ഈ 2 ഗ്രൂപ്പ് അല്ല ആക്കിയത്, ശരിക്കും ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട്. അത് അത്ര റെലവെന്റ് അല്ല. ബോറിംഗ് ടാസ്ക് കൊടുത്ത് എന്നിട്ട് ഒരു ടീമിനോട് പറഞ്ഞ് ഈ ടാസ്ക് നിങ്ങൾ ചെയ്യണം. ഇത് ഭയങ്കര ബോറാണ്, എല്ലാവർക്കും അറിയാം ബോറാണെന്നില്ല. അങ്ങനത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഭയങ്കര ഒരു ബോറിംഗ് ടാസ്ക് ആലോചിച്ച് നോക്ക്. ഇതിൽ എന്തോ ഒരു ആണി പെറുക്കിടുന്ന അങ്ങനെ എന്തോ ഒരു ടാസ്ക് ആയിരുന്നു കൊടുത്ത്. അത്രയും ഒരു ബോറിംഗ് ടാസ്ക് ആണ്. എന്നിട്ട് ഇത് ഭയങ്കര ഫണ്ണി ആണെന്ന് ആൾക്കാരോടൊക്കെ നമ്മൾ പറയണം. അതിന് നമുക്ക് 20 രൂപ ഒരു തരും. വേറൊരു ഗ്രൂപ്പിന് ഇതേ ബോറിംഗ് ടാസ്ക് കൊടുത്ത് കള്ളം പറയണം, പക്ഷെ 1 രൂപയെ തരുന്നുള്ളൂ. ആ 1 രൂപ എന്നൊക്കെ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 1 രൂപ തരുന്നതിൽ നമുക്ക് പൈസ തരാണ്ടിരിക്കുന്നതിലും നല്ലത് തോന്നും. അത്രേ അതിന് വാല്യൂ ഉള്ളൂ. അപ്പൊ ഈ ബോറിംഗ് ടാസ്ക് ചെയ്ത് 20 രൂപ കിട്ടിയവർക്ക്, 20 രൂപ അല്ല കേട്ടോ, ഇതിൽ $20 സോറി. എന്താ ആവട്ടെ, എന്തായാലും ഒരു വലിയ എമൗണ്ട് ചെറിയ എമൗണ്ട് എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ $20 കിട്ടിയവർക്ക് ഡിസോണൻസ് കുറവാണ്. കാരണം കള്ളം പറഞ്ഞാൽ എന്താ, ഒരു കള്ളൊക്കെ ആയിരിക്കും പറയാ. അങ്ങനെ തോന്നൂലേ? ഇത് ഒരു നല്ല കാര്യത്തിലല്ലേ. ഡിസോണൻസ് ഇവർക്ക് കുറവാണ്. അതായത് ഇവരെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയറും തമ്മിൽ കൺസിസ്റ്റന്റ് ആണ്. ഇവരെല്ലാരോടും ഫണ്ണി ആണ് എന്ന് പറയും. ഇത് ശരിക്ക് ബോറിംഗ് ടാസ്ക് ആണ്, തീരെ ഫണ്ണി അല്ല. പക്ഷെ ഫണ്ണി ആണ് എന്ന് അവരെല്ലാരോടും പറയും. ഇവിടെ ആ ഒരു പെർസെപ്ഷൻ ഓഫ് ആക്ഷനിലൊന്നും ഒരു ചേഞ്ച് വരുന്നില്ല. അതായത് ആ ഒരു ആക്ഷൻ ഇവരെ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഫണ്ണി ആയിട്ടല്ലേ മനസ്സിലാക്കുന്നത്? ഫണ്ണി ആയിട്ടല്ലല്ലോ മനസ്സിലാക്കുന്നത്, ഒരു നോട്ട് ഫണ്ണ് എന്നുള്ള രീതിയിലല്ലേ. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് ഇവരുടെ പെർസെപ്ഷൻ. അതാണ് പറയുന്നത് പെർസെപ്ഷൻ ഓഫ് ആക്ഷനിൽ ഒരു വ്യത്യാസം വരുന്നില്ല. ശരിക്കും ബോറിംഗ് തന്നെയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ എല്ലാവരോടും പറയും, ഒരു പച്ച കള്ളം പറയും, ഇറ്റ്സ് നോട്ട് ബോറിംഗ്, ഇറ്റ്സ് വെരി ഫണ്ണി, വെരി ഇൻട്രസ്റ്റിംഗ് എന്നൊക്കെ പറയും. ഇനി
ഈ ടീം ഇതാണ് ഈ ടീം ഇട്ട് $20 കൊടുത്തോല്. ഇനി $1 കൊടുത്തവർക്ക് ഡിസോണൻസ് കൂടുതലാണ്. പൈസയും കിട്ടുന്നില്ല, വലിയൊരു കള്ളവും പറയാല്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് അവർക്ക്. അപ്പൊ അവർക്ക് ഈ ഒരു ബോറിംഗ് ടാസ്ക് ആയിട്ട് മനസ്സിലാക്കാതെ അവര് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കും. എന്നാലും ഇതിൽ എന്തോ ഒരു രസമല്ലേ, ഇത് ഫണ്ണിയാണ്, ഇത് ഫണ്ണി തന്നെയാണെന്ന് നമ്മളെ മനസ്സിലാക്കുക. അതാണ് ചേഞ്ച് പെർസെപ്ഷൻ ഓഫ് ആക്ഷൻ. ഇവരുടെ ആക്ഷന്റെ പെർസെപ്ഷൻ ഇവർ മാറ്റി ഫണ്ണി ആണ് എന്ന് വിചാരിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് രണ്ടും മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം. അപ്പൊ ഇവിടെ ഡിസോണൻസ് കൂടുതൽ ഉണ്ടാവാറ് ഇതേമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതേ സമയത്ത് ജാമ്യയിലെ പേപ്പറിലെങ്ങാണ്, ജാമ്യയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ $20 കൊടുത്തവർക്ക് ഡിസോണൻസ് കുറവും $1 ഉള്ളവർക്ക് ഡിസോണൻസ് കൂടുതലും ആണല്ലോ. അപ്പൊ ഇതിൽ ആരാണ് പെർസെപ്ഷൻ ഓഫ് ആക്ഷൻ ചേഞ്ച് ചെയ്തത്, ആർക്കാണ് ഫണ്ണി അല്ലാത്തത്, ഫണ്ണി ആയി തോന്നിയത് എന്നൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ ഇവർക്കൊരു എക്സ്റ്റേണൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് ഈ ലോ ഡിസണൻസ്. അതാണ് തോന്നുന്നത് ചോദിച്ചത്, ഈ ഒരു ജസ്റ്റിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻ. ഇവർക്ക് എക്സ്റ്റേണൽ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതായത് ഇവർക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ ആ ഒരു പൈസ കിട്ടുന്നോണ്ട് കള്ളം പറയുന്നു എന്നുള്ള ആ ഒരു എക്സ്റ്റേണൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടല്ലോ. പക്ഷെ ഇവർക്ക് ഒരു രീതിയിലും ജസ്റ്റിഫൈ ചെയ്യാനൊന്നുമില്ല, കാരണം പൈസയും കിട്ടുന്നില്ല, ബോറിങ്ങും. അപ്പൊ അവരുടെ എഫേർട്ടിനെ ജസ്റ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കും. ഇതാണ് ഈ ഒരു മിനിമൽ ജസ്റ്റിഫിക്കേഷൻ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. അതായത് ആ ഒരു ഗോളിന്റെ ഡിസൈറബിലിറ്റിനെ വരെ എക്സാജറേറ്റ് ചെയ്തിട്ട് ഇത് നല്ലതാണ് എന്ന് സ്വയം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഡിസോണൻസ് കുറയ്ക്കും. പിന്നെ ഇതൊക്കെ ഇതൊന്നും അത്ര ഒരു റെലവെന്റ് അല്ല. ഫ്രീ ചോയ്സ്, പോസ്റ്റ് കംപ്ലൈൻസ്, അത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ ഒരു ബാലൻസ് തിയറി എന്ന് പറഞ്ഞ സംഭവം കൂടി എടുക്കാം കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി 10 മിനിറ്റ് കൂടിയുണ്ട്. ഈ ഒരു ടൈമിൽ ബാലൻസ് തിയറി എടുക്കാൻ സമയം ഉണ്ടാവും? ഒരു കാര്യം ചെയ്യാം, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. ബാലൻസ് തിയറി മുതൽ അതും ഇലാബറേഷൻ, ലൈക്ലിഹുഡ് മോഡൽ, അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതിന് ടൈം ഉണ്ടാവും. ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ള നല്ല MCQs കാണുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു UGC നെറ്റ് ലെവലിലൊക്കെ ഉള്ള MCQs കാണുകയാണെങ്കിൽ അത് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കുറച്ചെണ്ണം ചെയ്യാൻ സമയം ഉണ്ടാവില്ല, ബാക്കിയുള്ളതൊക്കെ മോക്ക് ടെസ്റ്റിൽ തരുന്നുണ്ട്. നമ്മൾ ആദ്യം സോഷ്യൽ സൈക്കോളജി എന്താന്ന് പറഞ്ഞ്, ദെൻ ഫാദർ ഓഫ് സോഷ്യൽ സൈക്കോളജി ആരാണ്? കേർട്ട് ലെവിൻ ആണ് അല്ലെ. കേർട്ട് ലെവിന്റെ ഫീൽഡ് തിയറി ഒക്കെ ഉണ്ട്. പിന്നെ സോഷ്യൽ കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർപ്രറ്റ്, അനലൈസ്, റിമെമ്പർ ചെയ്യുക ഇൻഫർമേഷനെയൊക്കെ. അപ്പൊ അതിൽ തന്നെ സ്കീമ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്കീമ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ വേൾഡിനെ ക്ലാസിഫൈ ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക, മനസ്സിലാക്കുക ഒക്കെ ഉള്ളതാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസിൽ ഒബ്ജക്ട് സ്കീമ ഉണ്ട്. ഒബ്ജക്ട് സ്കീമ പറഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റിന് ഡിഫറൻസ് മനസ്സിലാക്കുക, ആ ഒബ്ജക്റ്റിനെ പറ്റി നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക നമുക്ക്. റോൾ സ്കീമ എന്ന് പറഞ്ഞാൽ ഓരോ റോളിനെ പറ്റിയിട്ടുള്ള, അതായത് ജെൻഡർ റോൾസ് ഒക്കെ ലേൺ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് റോൾ ആയിക്കോട്ടെ, ഇപ്പൊ ഡോക്ടർ, ടീച്ചർ, ആ റോൾസ് ഒക്കെ ഉള്ള. ഇവന്റ് സ്കീമ എന്ന് പറഞ്ഞാൽ പല സീസൺസിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സെൽഫ് സ്കീമ സെൽഫിനെ പറ്റിയുള്ളത്. പേഴ്സൺ സ്കീമ വേറൊരാളുടെ റോളും പ്രിഫറൻസും ഒക്കെ. ഇനി ഹ്യൂറിസ്റ്റിക്സിൽ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? സിമിലർ ഇവന്റ്സിന് അത് ഒരേപോലാണ് നമ്മൾ വിചാരിക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഗ്രാൻഡ് മദർ കൈൻഡ് ആണെങ്കിൽ ഏകദേശം അതേ ലുക്കുള്ള ഒരാളെ കാണുമ്പോൾ അവരും കൈൻഡ് ആണെന്ന് വിചാരിക്കുന്നത്. അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ്, അവൈലബിൾ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതോ എന്തോ ഒരു ഇൻഫറൻസ് ഉണ്ടാക്കുന്നതോ. ആങ്കറിങ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനനുസരിച്ചുള്ള. ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിഹേവിയർ ചെയ്യാനുള്ള കാരണം. അതിന് രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സിന് ഡിസ്പോസിഷണൽ ആട്രിബ്യൂഷൻ എന്ന് പറയും, എക്സ്റ്റേണലിന് സിറ്റുവേഷണൽ എന്ന് പറയും. ഡിസ്പോസിഷണൽ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ പേഴ്സണാലിറ്റി ആണ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ശരിക്കും ഞാൻ അങ്ങനെ ഒന്നും അല്ല. ഇനി ആട്രിബ്യൂഷണൽ ബയാസ് 4 എണ്ണാന്നുള്ളത് വളരെ റെലവെന്റ് ആണ്.
ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ, അതിൽ എന്ത് ചെയ്യുന്നത്, വേറൊരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് അവരുടെ പേഴ്സണാലിറ്റി ആണ്, നോട്ട് ദ സിറ്റുവേഷൻ, ആൻഡ് ദി അണ്ടർ എസ്റ്റിമേറ്റ് ദി ഇൻഫ്ലുവൻസ് ഓഫ് സിറ്റുവേഷൻ. നെക്സ്റ്റ് ആക്ടർ ഓർ ഒബ്സർവർ ബയാസ് എന്ന് പറഞ്ഞാൽ വി ടെൻ ടു ആട്രിബ്യൂട്ട് അവർ ആക്ഷൻസ് ടു ദ സിറ്റുവേഷൻ. നമ്മൾ ആക്ഷൻസിനാണെങ്കിൽ നമ്മൾ സിറ്റുവേഷൻ കൊണ്ടാണെന്ന് പറയാം. സെൽഫ് സെർവിങ് ബയസിൽ രണ്ടെണ്ണമാണ്. നമ്മൾ ജയിച്ചാൽ നമ്മൾ നേടിയെടുത്ത ഭയങ്കര സക്സസ്, നമ്മൾ ഫെയിൽ ആയാലോ അതിനെ ബാക്കിയുള്ളവരെ കുറ്റം പറയും. ഒപ്റ്റിമിസം ബയാസ്, മോശം കാര്യങ്ങളൊന്നും നമുക്ക് സംഭവിക്കില്ല, അതൊന്നുമില്ല, ജസ്റ്റ് വേൾഡ് ബിലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാഡ് തിങ്സ് ഒക്കെ വേറൊരാൾക്ക് സംഭവിക്കുന്ന അവരുടെ ആക്ഷൻ കൊണ്ടാണ്, അവരെ കർമ്മ കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത്. സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസിൽ രണ്ടെണ്ണാണല്ലോ, പിഗ്മാലിയൻ എഫക്റ്റ് ഓർ റോസൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നതാണ് ഹൈ എക്സ്പെക്ടേഷൻ വരുന്നത്. ഗോളം എഫക്റ്റിൽ എന്താണ്, ലോ എക്സ്പെക്ടേഷൻ. അടുത്തത് കെല്ലിന്റെ ഈ ഒരു ഹൊറാൾഡ് കെല്ലിന്റെ ആട്രിബ്യൂഷൻ തിയറി ഉണ്ട്. കൺസെൻസ്, കൺസിസ്റ്റൻസി, ഡിസ്റ്റിങ്റ്റീവ്നെസ്. ഇതിൽ തന്നെ ഇന്റേണൽ കോസ് എക്സ്റ്റേണൽ കോസും ഉണ്ട്. ഇന്റേണൽ കോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രേറ്റ് മോട്ടീവ്സ് ഇന്റൻഷനും കാണാം. ജോയ് ഇങ്ങനെ ഒരു മടിയനായിരുന്നു, ശ്രദ്ധക്കുറവുണ്ട്, തീരെ താല്പര്യമില്ല, അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. എക്സ്റ്റേണൽ കോസസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വേൾഡ് അല്ലെങ്കിൽ സോഷ്യൽ ആസ്പെക്ട്, അതായത് ടീച്ചർ പഠിപ്പിച്ച ആർക്കും മനസ്സിലാവില്ല ടീച്ചർ അങ്ങനെ ഒരു ടീച്ചറാണ്, എക്സ്റ്റേണൽ കോസ് ആണല്ലോ. ഇനി കൺസെൻസ്, എല്ലാ സ്റ്റിമുലസിനോട് ഒരു സ്റ്റിമുലസിനോട് എല്ലാവരും ഒരുപോലെ. കൺസിസ്റ്റൻസി, എല്ലാ സമയത്തും ഒരുപോലെ. ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ പല സിറ്റുവേഷനിൽ ബിഹേവിയർ ഡിഫറെന്റ് ആണുള്ളത്. ഇന്റേണൽ കോസിലാണ് LHL, എക്സ്റ്റേണൽ കോസിൽ HHH. അത് നോക്കാം. കറസ്പോണ്ടന്റ് ഇന്റർഫറൻസ് തിയറി പ്രപ്പോസ് ചെയ്ത ആരാണ്, ജോൺസ് ആൻഡ് ഡേവിസ് ആണ്. ഇവിടെ വേറൊരാളെ ബിഹേവിയറിന് എപ്പോഴും നമ്മൾ സ്റ്റേബിൾ ക്വാളിറ്റി ആണ്, പേഴ്സണൽ ട്രേറ്റ് ആണ് പറയുക. അയാൾക്ക് സക്സസ് ആയാലും ഫെയിലിയർ ആയാലും എന്തായാലും അത് അയാളുടെ ഒരു ഓവേർട്ട് ആക്ഷൻ അങ്ങനല്ലേ, അയാൾ അങ്ങനെയല്ലേ ബിഹേവ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് അയാളുടെ പേഴ്സണാലിറ്റി ആണ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യാം. ഇനി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മനോഭാവം. അതിൽ 3 കോമ്പണന്റ് ആണ്, ABC. അതിൽ A അഫക്റ്റീവ് കോമ്പണന്റ്, B ബിഹേവിയറൽ കോമ്പണന്റ്, C കൊഗ്നിറ്റീവ് കോമ്പണന്റ്. അഫക്റ്റ് നമ്മളെ ഇമോഷൻ, ബിഹേവിയർ നമ്മളെ ആ ഒരു പ്രവൃത്തി, കൊഗ്നിറ്റീവ് നമ്മളെ ചിന്ത. പിന്നെ ഈ ഡെഫിനിഷൻ നോക്കണേ. ഫങ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്, യൂട്ടിലിറ്റേറിയൻ, നോളജ്, ഈഗോ ഡിഫെൻസീവ്, വാല്യൂ എക്സ്പ്രസീവ്. ദെൻ കൊഗ്നിറ്റീവ് ഡിസോണൻസും സെൽഫ് പെർസെപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. കൊഗ്നിറ്റീവ് ഡിസോണൻസ് പ്രപ്പോസ് ചെയ്ത ആരാണ്, ലിയോൺ ഫെസ്റ്റിഞ്ചർ ആണ്. സെൽഫ് പെർസെപ്ഷൻ പ്രപ്പോസ് ചെയ്തത് ഡാരിൽ ബെം ആണ്. അപ്പൊ ഈ കൊഗ്നിറ്റീവ് ഡിസോണൻസിൽ എന്താ പറയുന്നത്, ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ട്. ആ ഡിസ്കംഫേർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ, ഇത് വേറെ ഏതിലോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതിലായിരുന്നു, മോട്ടിവേഷനിലോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ പോയിന്റ്സ് ഒന്നും ഇവിടെ എടുത്ത് പറയാത്ത കേട്ടോ. നമ്മളിങ്ങനെ പറഞ്ഞില്ലായിരുന്നോ, ആ ഒരു ഡിസ്കംഫേർട്ടോ ഡിസോണൻസോ കുറയ്ക്കാൻ വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ ബിഹേവിയർ മാറ്റുക, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ല എന്ന് നമ്മളെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കാം. ഈ കൊഗ്നിറ്റീവ് ഡിസോണൻസ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും എൻട്രൻസിന് ചോദിക്കും. ലിയോൺ ഫെസ്റ്റിഞ്ചർ ആണ് പ്രപ്പോസ് ചെയ്തത്, ചിലപ്പോൾ ആരാ പ്രപ്പോസ് ചെയ്തതെന്നൊക്കെ ചോദിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വരലുള്ളത്, പക്ഷെ എപ്പോഴും വരാറുണ്ട്. സെൽഫ് പെർസെപ്ഷൻ തിയറി നമ്മൾ പറഞ്ഞെന്താ, നമ്മളെ ബിഹേവിയറിന് കാരണം ഇതാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ബിഹേവിയറും തമ്മിൽ കോൺഗ്രുവൻസി ഉണ്ട്. ഇനി ബോറിംഗ് ടാസ്ക് തന്നിട്ട് കള്ളം പറയാൻ പറയുമ്പോൾ അത് $1 ആണെങ്കിൽ ഹൈ ഡിസോണൻസ് ആയിരിക്കും. അപ്പൊ നമ്മളെ പെർസെപ്ഷൻ മാറ്റും, ഇത് ഒരു ഫണ്ണി ആണ് അങ്ങോട്ട് വിചാരിക്കന്നെ. പിന്നെ അതേപോലെ ബോറിംഗ് ടാസ്ക് തന്നെ $20 കള്ളം പറയുന്നത്, അപ്പൊ ലോ ഡിസോണൻസ്, കാരണം പൈസ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ഇതാക്കാലോ. ഇപ്പൊ ബോറിംഗ് ടാസ്ക് ഒന്നും അല്ല, അത് കുറച്ച് ബോറിംഗ് ടാസ്ക് ആണ്, തീരെ ഫണ്ണി അല്ലാന്ന് നമ്മളെ പെർസെപ്ഷൻ ആണ് കേട്ടോ ഇത്. പക്ഷെ നമ്മൾ എല്ലാരോടും പറയലെന്താണ്, ഫണ്ണി ആണ്. ഓക്കെ, ഇനി ഫ്രീ ചോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഈക്വലി അട്രാക്റ്റീവ് ആയിട്ടുള്ള 2 ആൾട്ടർനേറ്റീവ്സ് തമ്മിൽ ഒരു ചോയ്സ് എടുക്കണം എന്നുണ്ട്. എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എടുത്തു. ഇപ്പൊ നമ്മൾ 2 കോളേജ്, 2 അടിപൊളിയായിട്ടുള്ള കോളേജ്, ഇപ്പൊ നമുക്ക് എൻട്രൻസിനൊക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ. എൻട്രൻസ് നമ്മൾ കുറെ എണ്ണം ക്രാക്ക് ചെയ്യുമ്പോൾ പോണ്ടിച്ചേരി പോകണോ അലീഗഡ് പോകണോ എവിടെ പോകണം ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത്
ഇപ്പോൾ നമ്മൾ പോണ്ടിച്ചേരി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോണ്ടിച്ചേരിന്റെ നല്ലത് മാത്രം ആലോചിക്കുക, അലിഗഡിന്റെ നല്ലത് പിന്നെ ആലോചിക്കരുത്. അപ്പൊ നമുക്ക് ഭയങ്കര ഇടങ്ങാറ് വരും, ഡിസ്കംഫർട്ട്. അപ്പൊ ഏതാണോ ഡിസിഷൻ നമ്മൾ എടുത്ത അതിനെപ്പറ്റി പിന്നെ ആലോചിച്ചാൽ മതി. ഇനി ഫോഴ്സ്ഡ് കംപ്ലൈൻസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരാൾ നമ്മളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഡിസോണൻസ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. പിന്നെ മിനിമൽ ജസ്റ്റിഫിക്കേഷൻ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഡിസോണൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗോളിനെ നമ്മൾ ഇഷ്ടപ്പെടുക. ബാലൻസ് തിയറി ഇന്ന് എടുക്കാത്ത എന്താ വെച്ചാൽ, ബാലൻസ് തിയറി മുമ്പ് നമ്മൾ പഠിച്ചതാണ് മോട്ടിവേഷനിലൊക്കെ. പക്ഷെ ഇങ്ങനത്തെ ഈ ഒരു 8 കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ ഇതിന്. 4 ബാലൻസിലും 4 അൺബാലൻസ് കേസിലും. അന്ന് നമ്മൾ ജസ്റ്റ് ബാലൻസ് തിയറിനെ പറ്റി ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ സോഷ്യൽ സൈക്കോളജിയിൽ ഇത് പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം ഇതിലേതെങ്കിലും അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ വന്നേക്കാം. ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതായി പോയത്. അപ്പൊ എല്ലാവരും നല്ലോണം പഠിക്കുക. CUET മുമ്പുള്ള എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുമ്പോൾ സോഷ്യൽ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലോണം ക്വസ്റ്റ്യൻ അതിന് വരാറുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.